ഇതിനാ പറ്റാന്ന് മനസ്സിലായില്ലപ്പോ ഇത്ര ഞാൻ പറയുള്ളൂ. ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ ഇനിയും കേട്ടോ. നിങ്ങൾ ഇവിടെ വെച്ച് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചില്ലേ? നിങ്ങൾ ഭ്രാന്തൻ എന്ന് പറയുന്ന ഈ KVM പന്താവൂരിന്റെ പുസ്തകങ്ങള് ഞാനിവിടെ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഈ ഉള്ളവൻ അല്ലാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം വായിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ വായിച്ചല്ലോ അൽ ഇൻസാനുൽ കാമിൽ എന്ന പുസ്തകത്തിൽ നിന്ന് വായിച്ചു. എന്തിനെ ആരാധിച്ചാലും അത് അല്ലാഹുക്കുള്ള ആരാധനയെ ആവൂ. കല്ലിനെ ആരാധിച്ചാലും നക്ഷത്രങ്ങളെ ആരാധിച്ചാലും സൂര്യനെ ആരാധിച്ചാലും ചന്ദ്രനെ ആരാധിച്ചാലും അല്ലാഹുവിനുള്ള ആരാധനയായിട്ടേ വരൂ എന്നൊക്കെ പറഞ്ഞപ്പോ പേരോട് കാര്യം മനസ്സിലാക്കിപ്പോയല്ലോ. വരവിലെന്താ മൂപ്പര് പറഞ്ഞത്? ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ അംഗീകരിക്കൂലേ? നിങ്ങളെ പുറത്തും തലയിലും ഞങ്ങൾ വെച്ച് കെട്ടുന്നാ പറഞ്ഞത്. കാരണം ഇൻസാനുൽ കാമിലി എന്ന ആ സമ്പൂർണ്ണ മനുഷ്യൻ എന്ന മലയാള പുസ്തകം പന്താവൂരി വിവർത്തനം ചെയ്തതാണ്. ആ കൃതി പന്താവൂരിൻ്റെതല്ലല്ലോ, അതിന്റെ ഒറിജിനൽ ഭാഷ അറബിയല്ലേ. ആ അറബി എഴുതിയിട്ടുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്ന അബ്ദുൽ കരീമുൽ ജിയലി എന്ന പണ്ഡിതനല്ലേ? അദ്ദേഹത്തിന്റെ കിതാബിന്റെ പേര് അൽ ഇൻസാനുൽ കാമിൽ എന്നല്ലേ? അതിൽ പറഞ്ഞ കാര്യമല്ലേ പന്താവൂരും പറഞ്ഞത്? എങ്കിൽ അബ്ദുൽ കരീമുൽ ജിയലിക്കും ലൂസാണോ? അബ്ദുൽ കരീം ജിയലിയെ നിങ്ങൾ തള്ളുമോ? അതിന്റെ ഒറിജിനൽ കിതാബ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചില്ലേ? നിങ്ങൾ എന്തേ അതിന് മറുപടി പറയാതെ പോയത്? അൽ ഇൻസാനുൽ കാമിലിലെ പരിഭാഷക്ക് മാത്രം എങ്ങനെ ഭ്രാന്ത് വന്നത്? ഒറിജിനലിൽ പരിഭാഷപ്പെടുത്തുമ്പോ ഒറിജിനലും തെറ്റാണെന്ന് തള്ളണ്ടേ? നിങ്ങൾ തള്ളിയിട്ടില്ലല്ലോ. നിങ്ങൾ ഒരാളല്ലല്ലോ ഇപ്പൊ നാദാപുരത്തെ ഈ പ്രസംഗം കൊണ്ട് ഏത്തമിട്ടത്. ഒരു പേരോടല്ലല്ലോ ഏത്തമിട്ടത്. നിങ്ങളുടെ 40 അംഗ മുശാവറ ഏത്തമിട്ടില്ലേ? ഈ കൃതികൾ നാദാപുരത്ത് വായിച്ചതിന് ശേഷം നിൽക്കക്കള്ളിയില്ല എന്ന് വന്നപ്പോ നിങ്ങൾ പ്രമേയം പാസാക്കിയില്ലേ? സമസ്തയുടെ മുശാവറ കൂടിയിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? പന്താവൂരിന്റെ പ്രസിദ്ധീകരണങ്ങളുമായി സുന്നികൾക്ക് ബന്ധമില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾ എന്നോട് പലവട്ടം ചോദിച്ചില്ലേ? നിങ്ങളുടെ കഴിഞ്ഞ പ്രസംഗത്തിലും നിങ്ങൾ ചോദിച്ചില്ലേ? എന്തിനാ മൗലവി ഷാർജയിൽ നിന്ന് കടലും കടന്നിട്ട് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്തിനാ ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്തിനാ ഈ നാട്ടിലേക്ക് കടലും കടന്ന് വന്നത് ചോദിച്ചില്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? പേരോടെ നിങ്ങളെ മാത്രമല്ല മുസ്ലിയാരെ, നിങ്ങളെ കൊണ്ട് മാത്രമല്ല നിങ്ങളടക്കമുള്ള 40ഓളം നിങ്ങളുടെ സമസ്തയുടെ ആലിമീങ്ങളെ മുശാവറയെ കൊണ്ട് മുശാവറ കൂടുകയും പിരിയുകയും ചെയ്യാനല്ലാതെ നിങ്ങൾക്കിനി സമയമുണ്ടാകുമോ? ഇനി മുശാവറ പിരിയാൻ നിങ്ങൾക്ക് നേരമുണ്ടാകില്ല. ഓരോന്നോരോന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്തോ. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഓരോന്നോരോന്ന് ഇവിടെ വെളിച്ചം കാണും കേട്ടോ. നിങ്ങൾക്കിനി മുശാവറ പിരിച്ചുവിടാൻ നേരമിണ്ടാവില്ല കേട്ടോ. എന്റെ മുമ്പിൽ ഈ നാദാപുരത്തുള്ള മുജാഹിദ് സുഹൃത്തുക്കൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് വിജയമില്ലേ? ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളല്ലേ ഈ സത്യത്തിന്റെ സന്ദേശത്തിലേക്ക് വരുന്നത്? അത് പറഞ്ഞു മേനി നടിക്കാൻ ഞാൻ ആളല്ല. സൗണ്ടിന്റെ ഗുണം കൊണ്ടല്ല കേട്ടോ, വഴലിന്റെ ശൈലിയുടെ ഗുണം കൊണ്ടുമല്ല. ഞങ്ങളുടെ കയ്യിൽ ഹക്കുണ്ട്. നിങ്ങളൊരു പക്ഷേ സൗണ്ടിന്റെ ഗുണം കൊണ്ടാവും പറ്റിക്കുന്നത്, ശൈലി നീട്ടിക്കൊണ്ടാവും പറ്റിക്കുന്നത്. ഞങ്ങൾക്കതല്ല. ഞങ്ങളുടെ കയ്യിൽ ഹക്കുണ്ട് കേട്ടോ. അത് അല്ലാഹു അവന്റെ റസൂലിലൂടെ സഹാബത്തിലൂടെ പഠിപ്പിച്ചിരുന്ന ദീനാണ് കേട്ടോ. അതുകൊണ്ട് ഒരാളല്ല ഇപ്പൊ ഏത്തമിട്ടത്. ഈ നാദാപുരത്തെ പരിപാടിക്ക് ശേഷമല്ലേ നിങ്ങൾ മുശാവറ കൂടിയിട്ട് പന്താവൂരിനെ ഒന്നടങ്കം തള്ളുന്നത്? നിങ്ങൾക്ക് എങ്ങനെ തള്ളാൻ കഴിയും? നിങ്ങൾക്ക് തള്ളാൻ ഏതൊക്കെ നിങ്ങൾ തള്ളി, ഏതൊക്കെ നിങ്ങൾ കൊള്ളുന്നു എന്ന് അടുത്ത പ്രസംഗത്തിലൊന്ന് മറുപടി പറയണം മുസ്ലിയാരേ. തീർന്നില്ല. ഇയാൾ പൊട്ടിച്ച ഒരു വെടി